സുഹൃത്തുക്കളെ നമസ്കാരം, വെൽക്കം ടു ന്യൂസ് വേൾഡ്. ഞങ്ങൾ ഇപ്പോൾ എവിടാന്നറിയാവോ? ഒരു ഡബിൾ ഡെക്കർ ബസ്സിലാണ്. എന്റെ കൊച്ചു കുറേ നാളെ ആഗ്രഹം പറയാണ്, പപ്പ ഡബിൾ ഡെക്കർ ബസ്സേ കയറ്റു. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളുടെ സമയം കിട്ടാറില്ല. അപ്പോൾ ഞങ്ങള് ഒരു പുതിയ ബ്ലോഗ്, അപ്പം സിറ്റി ബസ്സിലാണ്, 77X. ഏകദേശം ഒരു മാസത്തോളം ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങള് റിഗിന്ന് സാൽമി വരെ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ രാത്രി കാഴ്ചകൾ കാണാം, നമ്മുടെ സിറ്റി ബസ്സിലോ ഡബിൾ ഡെക്കറിലെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കൂ, ഞങ്ങൾ മാത്രമാണ് ഈ ബസ്സിൽ, വേറെ ആരുമില്ല. നല്ല രസമാണ്. ഏകദേശം 300 ഫിൽസേ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 600 ഫിൽസ് അതിൽ ഓൾറെഡി ക്രെഡിറ്റ് ആണ്. അപ്പോൾ കുട്ടികളായിട്ട് വൈകുന്നേരം, ഈ ചൂട് കാലത്ത് വൈകുന്നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഭാഗമായിരിക്കും ഇത്. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു. വെൽക്കം ടു നിജൂസ് വാച്ച്. റിഗയിൽ നിന്ന് ഷുവേക്കിലേക്ക് തിരിയുന്ന സിഗ്നലാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. ഏരിയ മൊത്തം കാണാൻ പറ്റും. ഈ ടേൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പേടി തോന്നും, ഇവിടെ സൈഡ് തട്ടുമോ എന്ന്. നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ ബസ് ഷുവേക്കിലേക്ക് എൻ്റർ ആയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്, ഡ്രൈവറും അതുപോലെ താഴെ ആരുമില്ല. പക്ഷേ ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിരവധി ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഷുവേക്കിലെ സിറ്റി സ്റ്റാറിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി ബസ്സിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വണ്ടിയാണ് ഇരിക്കുന്നതും അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഓരോന്നും ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര മിനിറ്റിനുള്ളിൽ അടുത്ത ബസ് വരും എല്ലാം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അൽറായി, ജാബ്രിയ, അതുപോലെ തന്നെ യാർമുക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ സാൽമയിലെത്തിയിരിക്കുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അവർ ഈ ബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലോട്ടുള്ള സ്റ്റെപ്പുകളാണെങ്കിൽ തന്നെ എല്ലാം നല്ല മനോഹരമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. രാത്രിയിൽ ആ ലൈറ്റിങ് തന്നെ കാണാൻ നല്ല രസമാണ്. ഇൻറ്റീരിയർ സൂപ്പർ എന്ന് തന്നെ പറയാം. അടുത്തൊരു ബസ്സിൽ കയറി സിറ്റിയിലേക്ക് പോവാണ്. അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജ്. അത് ഫുൾ ഓക്യുപ്പൈഡ്, AC, എക്സലേറ്റർ എല്ലാം തന്നെയുണ്ട്.
അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കുവൈറ്റ് സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് നമ്പർ 30 കൂടെയാണ് വന്നത്. ഇതേ മറ്റൊരു ഡബിൾ ഡെക്കർ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാണാം. ഞങ്ങൾ കറങ്ങി തിരിഞ്ഞിപ്പോൾ അൽ ഷഹീദ് പാർക്കിൻ്റെ സിഗ്നൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുവൈറ്റ് കോണ്ടിനെൻ്റൽ ഹോട്ടലുണ്ട്. ഞങ്ങളുടെ കസിൻ അൻസു മോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കണ്ടു. അവൾ കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ ഏത് ബസ്സിലായിരുന്നു. അപ്പോൾ സിഗ്നലിൽ നിന്ന് 4ാമത്തെ ബസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ മിർഖാബിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസീമ മാൾ എന്ന അതിമനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇത് തുടങ്ങിയ കാലത്ത് ഞങ്ങളിവിടെ വന്നതാണ്. ഈ രാത്രി കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്തു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന, കൊറോണയ്ക്ക് ശേഷം തുറന്ന ഒരു അടിപൊളി മാളാണ് അസീമ മാൾ. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിലെ അൽ മുത്തൈന ബസ് സ്റ്റോപ്പിൽ നിന്നും ലെഫ്റ്റ് എടുത്തു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മുബറക്കി എന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നല്ല മനോഹരമായ ലൈറ്റിംഗ് ഒക്കെയാണ് ഓരോ ബിൽഡിങ്ങിലും അവർ വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. രാത്രി കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഫോട്ടോ എടുക്കാനായി നിരവധി ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണാം. ആദ്യമായിട്ട് കുവൈറ്റിൽ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് കൂടിയാണെന്ന് ഞാൻ പറയാം. കുവൈറ്റിൽ പുതിയതായിട്ട് തുടങ്ങിയ ലുലുവിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു കാർ പാർക്കിംഗ്, ഏകദേശം 4000 വണ്ടികൾ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കുവൈറ്റിലെ ഏറ്റവും വലിയ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാം. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കുവൈറ്റിൻ്റെ കൊടികൾ ചാർത്തുന്ന പല ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷനും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഈ ഏരിയ തിരിഞ്ഞു വരുമ്പോൾ നിരവധി റെസ്റ്റോറൻറ്റ്സുകൾ നിറഞ്ഞ ഏരിയയാണ്. അപ്പോൾ അധികം ട്രാഫിക് സാൽമിൽ നിന്നും നമ്മുടെ കുവൈറ്റ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മാലിയ ബസ് സ്റ്റേഷൻ, ബസ് ടെർമിനൽ. ഇവിടെ കെ ബസ്, സിറ്റി ബസ്, അങ്ങനെ KPTCയുടെ എല്ലാ ബസ് സർവീസും ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് റിഗയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. കുവൈറ്റിലെ ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഏരിയയിലേക്ക് പോകുന്നതിന് പ്രത്യേക ബസ് നമ്പറുണ്ട്. അപ്പോൾ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് സിറ്റി ബസ്സിൽ പകൽ സമയത്ത് യാത്ര ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത് നമ്മുടെ മുബറക്കയിലുള്ള സൂക്കാണ്. അൽ സഫാത്ത് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ മനോഹരമായ നല്ല ടോൾ ബിൽഡിങ്ങുകളും എല്ലാം ചേർന്നാണ് കുവൈറ്റ്. ഈ ഒരു ബസ് യാത്ര ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഫ്ലാറ്റിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഈ പുറം കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ മൈൻഡ് ബ്രോഡാകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഞങ്ങളിങ്ങനെ റിഗയിൽ കറങ്ങി സാൽമിയ, അതിനുശേഷം നമ്മുടെ കുവൈറ്റ് സിറ്റി, തിരിച്ച് ഞങ്ങൾ റിഗയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായിരുന്നു. നിങ്ങൾക്കും ഈ എക്സ്പീരിയൻസ് ആസ്വദിക്കാവുന്നതാണ്. നല്ല രസമാണ്, നല്ല കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.